സർ, ലോറൻസ് ബിഷ്ണോയി നമ്മൾ കുറച്ചു കാലമായിട്ട് കേൾക്കുന്ന പേരാണ്. ഇയാളുടെ ഒരു സഹോദരനുണ്ട് അൻമോൾ ബിഷ്ണോയി. ഇപ്പോൾ അൻമോൾ ബിഷ്ണോയിയെ അമേരിക്ക ഇന്ത്യക്ക് കൈമാറിയിട്ടുണ്ട്. എന്നെ ഇയാളെ പിടിച്ച് ചോദ്യം ചെയ്യാനൊക്കെ പോകുന്നുണ്ട്. നേരത്തെ ഒരു ബാബ സിദ്ദിഖി എന്ന് പറഞ്ഞ മഹാരാഷ്ട്രയിലെ ഒരു രാഷ്ട്രീയക്കാരൻ്റെ കൊലപാതകത്തിൽ ഇയാൾക്ക് മുൻ മന്ത്രി ഇയാൾക്ക് പങ്കുണ്ടെന്നൊക്കെ ആരോപണമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം ചെയ്യൽ, നിർണായക നീക്കം അങ്ങനെയൊക്കെ നമുക്ക് കരുതാവോ? ഇത് ശരിക്കും സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാൽ, ഈ ബാബ സിദ്ദിഖി ഉണ്ടല്ലോ, ബാബ സിദ്ദിഖി കൊല്ലപ്പെടുന്നത് ഒരു ഞായറാഴ്ചയാണ്. അപ്പോൾ അന്ന് തന്നെ നമ്മൾ രാവിലെ ഇത് ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. ബാബ സിദ്ദിഖിയുടെ മകൻ മഹാരാഷ്ട്രയിലെ MLA ഒക്കെ ആയിരുന്നു. അപ്പൊ മകന്റെ ജുഹുവിലെ ഓഫീസിന്റെ പുറത്തു വെച്ചാണ് ബാബ സിദ്ദിഖിയെ കൊലപ്പെടുത്തിയത്. അപ്പൊ കൊലപ്പെടുത്തിയതിന്റെ പിന്നിലുള്ള ആസൂത്രകൻ ഈ ലോറൻസ് ബിഷ്ണോയുടെ സഹോദരൻ അൻമോൾ ബിഷ്ണോയ് എന്നാണ് കരുതുന്നത്. അപ്പോൾ ഈ ബാബ സിദ്ദിഖിയുടെ കുടുംബം അമേരിക്കയിൽ അവിടുത്തെ ആഭ്യന്തര വകുപ്പ്, മറ്റേ നീതിന്യായ വകുപ്പ്, ഇവരുമൊക്കെ ആയിട്ട് നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. ഈ അൻമോൾ ബിഷ്ണോയ് അവിടെയാണ് എന്നറിയാവുന്നത് കൊണ്ട്. അപ്പോൾ ഈ ഇന്ത്യയിലേക്ക് അമേരിക്ക ഡിപ്പോർട്ട് ചെയ്യുന്നത്, അൻമോൾ ബിഷ്ണോയിയെ ഇന്ത്യക്ക് കൈമാറുന്നതൊക്കെ ആദ്യം അറിഞ്ഞത് ഈ ബാബ സിദ്ദിഖിയുടെ മകനാണ്. അദ്ദേഹമാണ് ഇത് പുറത്തു വിട്ടതുമൊക്കെ, അൻമോൾ ബിഷ്ണോയിയെ അമേരിക്ക ഇന്ത്യക്ക് കൈമാറുന്ന കാര്യമൊക്കെ. അപ്പോൾ ബാബ സിദ്ദിഖിയുടെ കുടുംബത്തിന് അറിയാം അൻമോൾ ബിഷ്ണോയിയാണ് വകവരുത്തിയതെന്ന്. പക്ഷെ അൻമോൾ ബിഷ്ണോയി ഒരു കൊട്ടേഷൻ ഏറ്റെടുത്ത ആൾ മാത്രമല്ലേ. അൻമോൾ ബിഷ്ണോയിക്ക് നേരിട്ട് ബാബ സിദ്ദിഖിയായിട്ട് വൈരാഗ്യം വരേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അൻമോൾ ബിഷ്ണോയുടെ പിന്നിലെ ആ നിർദ്ദേശം കൊടുത്ത ആള്, പിന്നിലെ ശക്തി ആര്, അതറിയണം എന്നുള്ളതാണ് ബാബ സിദ്ദിഖിയുടെ കുടുംബം ആഗ്രഹിക്കുന്നത്. അപ്പൊ ഇനി NIA ഇയാളുടെ കസ്റ്റഡി ആവശ്യപ്പെട്ടിട്ടുണ്ട് അൻമോളിന്റെ. അപ്പൊ അൻമോളിനെ ശരിക്ക് ചോദ്യം ചെയ്താലേ അൻമോളിന്റെ പിന്നിലുള്ള ശക്തി അതാര് എന്നുള്ളത് വ്യക്തമാവുകയുള്ളൂ. ഈ ബാബ സിദ്ദിഖി എന്ന് പറഞ്ഞാൽ ബോളിവുഡിൽ വലിയ ബന്ധങ്ങൾ ഉണ്ടായിരുന്ന ആളായിരുന്നു. അതെ, മറ്റേ ഈ ഖാൻമാര് തമ്മിലുള്ള തർക്കമൊക്കെ പരിഹരിച്ചതും വിരുന്നുകൾക്കൊക്കെ വിളിച്ചിട്ടേ ഈ റംസാനും ഒക്കെ അങ്ങനെയൊക്കെയാണ് അതൊക്കെ പരിഹരിച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ ലോറൻസിന്റെ സഹോദരൻ ഇപ്പോൾ ഇന്നലെ ഡൽഹിയിൽ മറ്റേ ഡിപ്പോർട്ട് ചെയ്ത് എത്തി, പോലീസ് പിടിച്ചു കൊണ്ടുപോയി കോടതിയിലൊക്കെ ഹാജരാക്കുകയൊക്കെ ചെയ്തു. ഇനി എന്നെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യും. സൽമാന്റെ വീടിന്റെ പുറത്ത് വെടി വെച്ചല്ലോ, അങ്ങനൊരു സംഭവം ഉണ്ടായല്ലോ. അപ്പോൾ അതും ഈ അൻമോൾ ബിഷ്ണോയിയാണ് ചെയ്തത് എന്നാണ് വിവരം. അപ്പോൾ ഈ സൽമാൻ ഖാൻ മുമ്പ് ഈ കൃഷ്ണമൃഗത്തെയൊക്കെ വേട്ടയാടിയിരുന്നില്ലേ. അപ്പൊ ഈ ബിഷ്ണോയിമാർക്ക് കൃഷ്ണമൃഗം വളരെ പ്രധാനമാണ്. അപ്പൊ അന്ന് സൽമാൻ ഖാന്റെ വീടിന്റെ പുറത്ത് വെടിവെച്ചപ്പോൾ ഈ കൃഷ്ണമൃഗ വേട്ടയൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് സൽമാൻ ഖാന്റെ വീടിന്റെ പുറത്ത് വെടിവെച്ചതാണ് എന്നൊക്കെ ആ കാലത്ത് വാർത്തകളൊക്കെ വന്നിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു മതപരമായ സംഗതിയും കൂടി ഇതിൻ്റെക്ക് തിരുകുന്നത് കൊട്ടേഷൻ ഗാങ്ങിലേക്ക് എന്നൊരു രീതി അക്കാലത്ത് ഉണ്ടായിരുന്നു. പിന്നെ അമേരിക്കയുടെ വടക്കൻ മേഖലകളിലുമൊക്കെ ബിഷ്ണോയ് ഗാങ് കുറെ ഈ ആക്രമണങ്ങളും പിടിച്ചുപറിയൊക്കെ നടത്താനൊക്കെ തുടങ്ങിയതായിട്ടൊക്കെ വിവരം വന്നു. ഇയാൾ അമേരിക്കയിൽ ജയിലിൽ ആയിരുന്നു ഈ അൻമോൾ ബിഷ്ണോയ്. അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ തന്നെ ഈ ഒരു കാൽത്തള ഇട്ടിട്ടാണ് ഇയാളെ പുറത്തിറക്കിയിരുന്നത്. എന്ന് പറഞ്ഞാൽ GPS ഉള്ളത്, ഇയാളെവിടെ പോണു, എങ്ങനെ പോണു, ഇതൊക്കെ കൃത്യമായിട്ട് അറിയാവുന്ന വിധത്തിൽ. NCPയുടെ നേതാവ് ആണ് ഈ ബാബ സിദ്ദിഖി. അത് NCPയുടെ മന്ത്രിയായിരുന്നു മഹാരാഷ്ട്ര മന്ത്രിസഭയിൽ. അദ്ദേഹത്തിന്റെ മകൻ സീഷൻ സിദ്ദിഖി ആണിപ്പോൾ ഇതിന്റെ പുറകെ നിൽക്കുന്നത്. അമേരിക്കയിൽ ഈ വിക്ടിം ഫാമിലി ആയിട്ട് ഇവർ രജിസ്റ്റർ ചെയ്തിരുന്നു. അങ്ങനെ അമേരിക്കയിൽ ഒരു സൗകര്യമുണ്ട്, ഇരകളുടെ കുടുംബങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം, അവർക്ക് പരിഹാരം കാണാൻ വേണ്ടി. അങ്ങനെ രജിസ്റ്റർ ചെയ്തു. ആ കുടുംബങ്ങളെ അവർ വിവരം അറിയിച്ചുകൊണ്ടിരിക്കും, അക്രമിയെ സംബന്ധിച്ച വിവരങ്ങൾ അറിയിച്ചുകൊണ്ടിരിക്കും. ഇയാളെ അൻമോൾ ബിഷ്ണോയെ അയോവ പ്രവിശ്യയിൽ സംസ്ഥാനത്ത് അവിടെയാണ് ജയിലിൽ തടവിലിട്ടിരുന്നത്. ഡൽഹിയിൽ
ഇനി NIA കസ്റ്റഡിയിലെടുക്കും. ആരാണ് അൻമോളിനെ ഈ ബാബ സിദ്ദിഖിയെ കൊല്ലാൻ ഏൽപ്പിച്ചത്? ഇതാണ് പ്രധാനപ്പെട്ട ചോദ്യം. 2024 നവംബറിലാണ്, കഴിഞ്ഞ കൊല്ലം നവംബറിൽ, ഒരു കൊല്ലം മുമ്പാണ് അമേരിക്കയിൽ അൻമോൾ ബിഷ്ണോയ് പിടിയിലായത്. ഈ സീഷൻ്റെ സീഷൻ സിദ്ദിഖി ബാന്ദ്ര ഓഫീസിന് പുറത്ത് 2024 ഒക്ടോബർ 12 ബാബ സിദ്ദിഖിയെ വെടിവെച്ച് കൊന്നത്. അപ്പോൾ ക്രൈംബ്രാഞ്ച് കുറ്റപത്രത്തിൽ 26 പ്രതികളാണുള്ളത്. ആ കേസിൽ മുംബൈ ക്രൈം സിൻഡിക്കേറ്റ് അവരുടെ സ്വാധീനം ആ മേഖലയിൽ വളർത്താൻ വേണ്ടിയിട്ടാണ് ബാബ സിദ്ദിഖിയെ കൊന്നതെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. അതല്ലാത്ത കാരണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വോയിസ് ക്ലിപ്പുകൾ, അൻമോൾ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ, അത് പ്രതികൾ പറയുന്നത് അൻമോളാണ് നിർദ്ദേശം കൊടുത്തത് എന്നൊക്കെ പ്രതികളുടെ മൊഴികൾ ഉണ്ട് ആ കേസിൽ. 2024 ഏപ്രിലാണ് സൽമാൻ്റെ വീടിൻ്റെ പുറത്ത് കഴിഞ്ഞ കൊല്ലം വെടിവയ്പുണ്ടായത്. എന്നിട്ട് ചെറിയ പരിക്കൊക്കെ ഗ്ലാസ്സിനൊക്കെ പറ്റി എന്നൊക്കെ ചിത്രങ്ങളൊക്കെ വന്നിരുന്നു. വിദേശത്ത് നിന്നാണ് അതിന് നിർദ്ദേശം കിട്ടിയത് എന്ന് ആ വെടിവെച്ചവര് അവരുടെ മൊഴി ഉണ്ടായിരുന്നു. വിദേശത്താണല്ലോ ബിഷ്ണോയി, അൻമോൾ ബിഷ്ണോയി. ലോറൻസ് ബിഷ്ണോയി സബർമതിയിലെ ജയിലിലാണ് കിടക്കുന്നത്. പക്ഷേ ലോറൻസ് ബിഷ്ണോയി സബർമതി ജയിലിൽ നിന്നും ആളുകൾക്ക് നിർദ്ദേശം കൊടുക്കുന്നുണ്ട് എന്ന് വാർത്തകൾ ഉണ്ടായിരുന്നു. അതെ, അയാൾ ഉള്ളിലുണ്ടായിട്ടും പുറത്ത് നിന്നിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ഒരുപാട് ഗ്യാങ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അത് കൊടിസുനിയൊക്കെ ചെയ്യുന്നില്ല. കിർമാണി മനോജും ഒക്കെ ജയിലിൽ ഇരുന്നിട്ട് സുഖമായിട്ട് പുറത്ത് നിർദ്ദേശം കൊടുക്കുന്നില്ല. അപ്പൊ സുരക്ഷിത ആപ്പുകൾ വഴിയാണ് ഇത് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2 ബൈക്കുകാരാണ് അന്ന് വെടിവെച്ചത് മറ്റേ സാൽമാന്റെ പുറത്ത്. അൻമോൾ ഉത്തരവാദിത്വം വന്ന് അൻമോൾ ബിഷ്ണോയ് ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഓൺലൈനിൽ രംഗത്തും വന്നിരുന്നു. വെടിവെച്ചത് വിക്കി ഗുപ്ത എന്ന ആളാണെന്നുള്ളത് വ്യക്തമായിരുന്നു. പക്ഷെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണെന്നാണ് വിക്കി ഗുപ്ത പറഞ്ഞത്. ഖാനെ കൊല്ലാനും, സൽമാൻ ഖാനെ കൊല്ലാനും പദ്ധതി ഉണ്ടായിരുന്നു. സിദ്ധു മൂസവാല എന്ന് പറഞ്ഞൊരു ഗായകനെ പഞ്ചാബിൽ കൊന്നിരുന്നു. അതിന്റെ പിന്നിൽ ലോറൻസ് ബിഷ്ണോയ്, അൻമോൾ ബിഷ്ണോയ് ഗാങ് ആണ്. അപ്പൊ അതുപോലെ സൽമാൻ ഖാനെ കൊല്ലാനും പദ്ധതി ഉണ്ടായിരുന്നു. ഈ സൽമാൻ ഖാന് പൻവേലിലെ, പൂനെക്ക് പോകുന്ന വഴി പൻവേലിലൊരു ഫാം ഹൗസ് ഉണ്ട്. അവിടെയൊക്കെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു ബിഷ്ണോയ് ഗാങ് എന്നാണ് പറയുന്നത്. 18 കേസുകളാണ് അൻമോൾ ബിഷ്ണോയ്ക്കെതിരെ ഉള്ളത്, മൂസേവാലയെ കൊന്നത് ഉൾപ്പെടെ. അമേരിക്ക ഇതിൻ്റെ കൂടെ 200 പേരെ കൂടി ഇന്ത്യയിലേക്ക് ഡിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് അനധികൃത കുടിയേറ്റക്കാരാണ് കൂടുതലും. 2 പേര് പഞ്ചാബിൽ നിന്നുള്ള പിടികിട്ടാ പുള്ളികളാണ്. ബാക്കി 197 പേര് അനധികൃത കുടിയേറ്റക്കാർ. അപ്പോൾ അൻമോൾ ബിഷ്ണോയ് എങ്ങനെ അമേരിക്കയിൽ എത്തി അല്ലേ? അതൊരു ചോദ്യമല്ലേ. ഇവിടെ കൊലപാതകമൊക്കെ നടത്തിയിട്ട് 2022 ഏപ്രിലില് വ്യാജ പാസ്പോർട്ടിൽ ആണ് ഇയാൾ പോയിരിക്കുന്നത്. അപ്പോൾ സിദ്ധു മൂസേവാല മെയ് 29 കൊല്ലപ്പെടുന്നത്. അതിന് മുമ്പേ ഇയാൾ അമേരിക്കയിലേക്ക് വ്യാജ പാസ്പോർട്ട്, വ്യാജ റഷ്യൻ രേഖകൾ ഇയാൾ ഉപയോഗിച്ചതായിട്ടും കാണുന്നുണ്ട്. അമേരിക്കയിലും കാനഡയിലും ഒക്കെ ഉണ്ടായിരുന്നു. ഹരിയാനക്കാരനായ ഭാനു പ്രതാപ് എന്നുള്ള പേരിലാണ് എന്നാണ് ഞാൻ ഇയാളുടെ പാസ്പോർട്ടിൽ കാണുന്നത്. ഭാനു പ്രതാപ് എന്നുള്ളത് ഇയാളുടെ അച്ഛൻ്റെ പേര്. ആ പേരിലാണ് പോയത്. ഫരീദാബാദ് കാരനാണെന്നും അതിൻ്റെ അകത്ത് പറഞ്ഞിരുന്നു. ഫരീദാബാദ് ഇപ്പോൾ വാർത്തകളിലുണ്ടല്ലോ, അതുകൊണ്ട് ഓർക്കുന്നതാണ്. കാലിഫോർണിയയിൽ ആണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. അതിനുശേഷം ആംഗിൾ മോണിറ്റർ ഇയാൾ ധരിപ്പിച്ചിരുന്നു. അതാണ് ഞാൻ പറഞ്ഞില്ലേ, ഒരു തള ഇട്ടിരുന്നു എന്ന്. GPS ഉള്ളതാണത്. ഇയാൾ എവിടെയൊക്കെ പോകുന്നു എന്നറിയാൻ. ഇയാളെ ഡിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇയാൾ ലൂയിസിയാനയിലായിരുന്നു അൻമോൾ. അപ്പോൾ ലോറൻസ് സബർമതി സെൻട്രൽ ജയിലിലാണ് ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ ഗ്യാങ് അകത്താണെങ്കിലും ഇവർ പുറത്തേക്ക് ഒരുപാട് ഓപ്പറേഷൻ നടത്തുന്നതായിട്ട് ഒരുപാട് ആരോപണങ്ങളുണ്ട്. ശരിക്കും അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ആരോപണം തന്നെയാണ്. ലോറൻസ് ബിഷ്ണോയിയെ നമ്മൾ ഇന്ത്യയാണ് ഉപയോഗിക്കുന്നത്. അതെ, മലയാളം കാനഡ ട്രൂഡോ ഒക്കെ ആരോപിച്ചിരുന്നു. കാനഡയിൽ ഈ നിജറിനെ പോലുള്ള ആളുകളൊക്കെ ഭീഷണി വെടിവെക്കുന്നതും ഒക്കെ
ഈ ബിഷ്ണോയ് ഗ്യാങ് ആണെന്നൊക്കെ കാനഡയുടെ ആരോപണം ഉണ്ടായിരുന്നു. എന്തായാലും ഇയാള് അറസ്റ്റ് ആകുന്നതോടുകൂടി കുറച്ച് കാര്യങ്ങളൊക്കെ പുറത്ത് വരുമായിരിക്കും അല്ലേ? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.